ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളി 20 എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഇന്ന് നമുക്ക് പുതിയൊരു ദശകം പഠിക്കാം. ശ്രീമന് നാരായണീയം ദശകം 81. ഈ ദശകത്തിൽ ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നത് സുഭദ്രാഹരണം, കാളിന്തി പരിണയം, നരകാസുരവധം ഇതിനെയൊക്കെ കുറിച്ചാണ്. പ്രേമവതിയും നവോഢയും സുന്ദരിയുമായ സത്യഭാമയുമൊത്ത് ലീലാവിനോദങ്ങൾ കൊണ്ട് കുറച്ച് നാൾ കഴിച്ചതിന് ശേഷം പാഞ്ചാലി സ്വയംവരത്തിൽ ഭാമയൊന്നിച്ച് പങ്കുകൊള്ളുകയും പാണ്ഡവപ്രീതിക്ക് വേണ്ടി ഹസ്തിനപുരത്തിൽ കുറച്ച് നാൾ ചിലവഴിക്കുകയും ചെയ്തു. പിന്നീട് ഇന്ദ്രപ്രസ്ഥം എന്ന നഗരം പാണ്ഡവന്മാർക്ക് സംവിധാനം ചെയ്തിട്ട് ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോന്നു. ഭഗവാന്റെ അനുജത്തിയും സുന്ദരിയുമായ സുഭദ്രയെ ദുര്യോധനൻ കല്യാണം കഴിക്കാൻ അപേക്ഷിക്കുന്നു. പക്ഷേ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ കപടവേഷത്തിൽ വന്ന് സുഭദ്രയെ അപഹരിച്ചു കൊണ്ടുപോകുന്നു. ശേഷം അർജുനനും ഒന്നിച്ച് കാട്ടിലെത്തി വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ യമുനയുടെ കരയിൽ പ്രത്യക്ഷപ്പെട്ട സുന്ദരിയും സൂര്യപുത്രിയും ഭഗവാനിൽ അനുരക്തയുമായ കാളിന്തിയെ വിവാഹം കഴിക്കുന്നു. ഭഗവാന്റെ അച്ഛൻ വസുദേവ സഹോദരിയുടെയും അവന്തി രാജാവിൻ്റെ പുത്രിയായ മിത്രവിന്ദയെയും ഭഗവാൻ രാജസദസ്സിൽ വെച്ച് തന്നെ അപഹരിക്കുന്നു. അനന്തരം നഗ്നജിത്ത് എന്നു പേരായ അയോധ്യ രാജാവിൻ്റെ പുത്രിയായ സത്യയെ ഒരേ സമയം 7 ശരീരമെടുത്ത് 7 കാളകളെ പിടിച്ചു കെട്ടി കാളപ്പോരിൽ ജയിച്ച് വിവാഹം ചെയ്തു. പിന്നീട് സന്ദർദ്ധനാദികൾ തങ്ങളുടെ സഹോദരിയും വസുദേവന്റെ അനിന്ദിരവളും ശ്രുതകീർത്തിയുടെ മകളുമായ ഭദ്രയെ അങ്ങയ്ക്ക് നൽകി. ഭീമ ദുര്യോധനാദികൾക്കും ഭേദിക്കാൻ കഴിയാതിരുന്നതും താഴെ ജലത്തിൽ മാത്രം പ്രതിഫലിച്ചിരുന്നതും മത്സ്യരൂപവുമായ ലക്ഷ്യം ആ നിഴൽ നോക്കിയെയ്ത് ഭേദിച്ച് അവിടുന്ന് മദ്രരാജപുത്രിയായ ലക്ഷ്മണയെ വിവാഹം കഴിച്ചു. ഇപ്രകാരം രുക്മിണി, ജാംബവതി, സത്യഭാമ, കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ എന്നീ 8 ഭാര്യമാരും ഒന്നിച്ച് അങ്ങ് സുഖമായി താമസിച്ചു. അക്കാലത്ത് ഇന്ദ്രൻ വന്ന് നരകാസുരന്റെ അതിക്രമങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു. സ്മരിക്കപ്പെട്ടപ്പോൾ തന്നെ മുൻപിലെത്തിയ ഗരുഡന്റെ പുറത്ത് കയറി സത്യഭാമയും ഒരുമിച്ച് അവിടുന്ന് യാത്ര ചെയ്തു. ശത്രുവായ നരകാസുരന്റെ ഉദ്യാനത്തിൽ അങ്ങ് പ്രവേശിച്ചു. അവിടെയുള്ള കോട്ടകളും കൊത്തളങ്ങളും എല്ലാം അടിച്ചു തകർത്തു. ആയുധങ്ങൾ കൊണ്ട് മുറിവേറ്റ ഭടന്മാർ ശരീരത്തിൽ നിന്നൊഴുകുന്ന ചോര കൊണ്ട് പ്രാഗ് ജ്യോതിഷമെന്ന നരകാസുരന്റെ നഗരം ശോണിതപുരം ആക്കി തീർത്തു. നരകാസുരന്റെ പ്രമുഖ ദ്വാരപാലകനും പഞ്ചമുഖനുമായ മുരാസുരൻ സമുദ്രമധ്യത്തിൽ നിന്നും ഭഗവാന്റെ നേരെ ചാടി വീണു. അവനെ ചക്രായുധം കൊണ്ട് വധിച്ചു. ആനപ്പുറത്ത് കയറി വന്ന നരകാസുരനെയും ചക്രായുധം കൊണ്ട് വധിച്ചു. ഭൂമിദേവിയാൽ സ്തുതിക്കപ്പെട്ട ഭഗവാൻ സന്തോഷിച്ച് നരകപുത്രനായ ഭഗദത്തനെ രാജ്യത്തിൽ അഭിഷേകം നടത്തി. അവന് 4 കൊമ്പുള്ള ആനയെയും കൊടുത്തിട്ട് ബാക്കിയുള്ള ആനകളെയും നരകന്റെ കാരാഗൃഹത്തിൽ കിടന്നവരും ഭഗവാനെ കണ്ട് അനുരക്തരായവരുമായ 16,000 സ്ത്രീകളെയും അനവധി ധനവും ഭഗവാൻ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി. സുരസ്ത്രീകളെപ്പോലും ലജ്ജിപ്പിക്കുന്ന സൗന്ദര്യമുള്ള സത്യഭാമയൊന്നിച്ച് അവിടുന്ന് നരകാസുരൻ അപഹരിച്ച അതിഥിയുടെ കുണ്ഡലം കൊടുക്കാനായി ദേവലോകത്തേക്ക് പോയി. അവിടെയുള്ള പാരിജാതം സത്യഭാമയ്ക്ക് വേണ്ടി ഭഗവാൻ അപഹരിച്ചു.
കോപിച്ചു വന്ന ഇന്ദ്രനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ഐശ്വര്യമതം വന്നാൽ ഇതാണ് ദോഷം എന്ന് കാണിക്കാനാണ് ഭഗവാൻ അങ്ങനെ ചെയ്തത്. പാരിജാത വൃക്ഷത്തെ ഭാമയുടെ വീടിൻ്റെ മുറ്റത്ത് സ്ഥാപിച്ചിട്ട് പിന്നീട് നരകാസുരനിൽ നിന്നും രക്ഷിച്ച 16,000 സുന്ദരിമാരെയും വിവാഹം കഴിച്ചു. ഓരോ ഗൃഹത്തിലും ഓരോ രൂപമെടുത്ത് ഭഗവാൻ അവരെ സന്തോഷിപ്പിച്ച് അവരുടെ കൂടെ ജീവിച്ചു. ഓരോ ഭാര്യയിലും 10 പുത്രന്മാർ വീതം ഭഗവാന് ഉണ്ടായി. ഇങ്ങനെയൊക്കെയുള്ള ഗുരുവായൂരപ്പ എന്നെ രക്ഷിച്ചാലും എന്ന പ്രാർത്ഥനയോടെ ഈ ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 81 സുഭദ്രാഹരണം കാളിന്ദീ പരിണയം നരകാസുരവധം. ശ്ലോകം 1. സ്നിഗ്ധാം മുഗ്ധാം സതതമപി താം ലാളയൻ സത്യഭാമാം യാതോ ഭൂയഃ സഹ ഖലു തയാ യാജ്ഞസേനീ വിവാഹം പാർത്ഥപ്രീത്यै പുനരപി മനാഗാസ്ഥിതോ ഹസ്തിപുര്യാം ചക്രപ്രസ്ഥം പുരമപി വിഭോ സംവിധായാഗതോ ഭൂ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. സ്നിഗ്ധാം മുഗ്ധാം സതതം അപി താം ലാളയൻ സത്യഭാമാം യാതോ ഭൂയഃ സഹ ഖലു തയാ യാജ്ഞസേനീ വിവാഹം പാർത്ഥ പ്രീത്यै പുനർ അപി മനാക് ആസ്ഥിതോ ഹസ്തിപുര്യാം ചക്രപ്രസ്ഥം പുരം അപി വിഭോ സംവിധായാഗതോ ഭൂ. അർത്ഥം: വിഭോ പ്രഭോ, സ്നിഗ്ധാം പ്രേമവതിയും മുഗ്ധാം സുന്ദരിയും ബാലികയും നവോഢയും ആയ താം ആ സത്യഭാമയെ സതതമപി എല്ലായ്പ്പോഴും ലാളയൻ പ്രേമപാരവശ്യത്തോടെ ലാളിക്കുന്നവനായി ഭൂയ വീണ്ടും തയാ സഹ അവളോടുകൂടി യാജ്ഞസേനീ വിവാഹം പാഞ്ചാലി സ്വയംവരത്തിനായി യാതഃ ഖലു പോയിട്ട് പാർത്ഥപ്രീത്यै പാണ്ഡവപ്രീതിക്കായി പുനരപി വീണ്ടും മനാക് കുറച്ച് ദിവസം ഹസ്തിപുര്യാം ഹസ്തിനപുരത്തിൽ ആസ്ഥിത വസിച്ച് ചക്രപ്രസ്ഥം ഇന്ദ്രപ്രസ്ഥം എന്ന പുരമപി പുരത്തെയും സംവിധായ സ്ഥാപിച്ച് ആഗത അഭൂ മടങ്ങി വന്നു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. സ്നിഗ്ധാം മുഗ്ധാം സതതം അപി താം ലാളയൻ സത്യഭാമാം. ചേർത്ത് ചൊല്ലുമ്പോൾ സ്നിഗ്ധാം മുഗ്ധാം സതതമപി താം ലാളയൻ സത്യഭാമാം. സ്നിഗ്ധാം ധാം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. മുഗ്ധാം അതേപോലെ തന്നെ ഇതും ഗ ധ എന്ന് ചേർത്തിട്ടാണ് സ്നിഗ്ധാം മുഗ്ധാം. നന്നായിട്ട് ഉറപ്പിച്ച് പറയണം, നീട്ടിയിട്ട് മുറുക്കം. സതതം അപി ചേർത്തിട്ട് സതതമപി താം ലാളയൻ സത്യഭാമാം. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. യാതോ ഭൂയ സഹ. ഭൂയ എന്ന് കഴിഞ്ഞിട്ട് അവിടെ വിസർഗം ഇടുകയാണെങ്കിൽ സ എന്നുള്ളത് 1 മതി. ചേർത്ത് ചൊല്ലുമ്പോൾ 2 സ എന്ന് വേണം. ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഖലു ഖ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. തയാ യാജ്ഞസേനീ വിവാഹം. ജ്ഞ ജ ജ്ഞ എന്നാണ്. യാജ്ഞസേനീ വിവാഹം പാർത്ഥപ്രീത്यै പാർത്ഥപ്രീത്यै ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. പുനരപി പുനർ അപി അതാണ് പുനരപി. മനാക് ആസ്ഥിതോ സ്ഥി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഹസ്തിപുര്യാം ചക്രപ്രസ്ഥം സ്ഥം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. പുരം അപി പുരമപി വിഭോ ഭോ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. സംവിധായ ആഗത അഭൂ അവിടെ ലാസ്റ്റിൽ വിസർഗം
ചേർത്ത് ചൊല്ലുമ്പം സംവിധായാഗതോ ഭൂ. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ഭൂ എന്നുള്ളതും നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സ്നിഗ്ധാം മുഗ്ധാം സതതമപി താം ലാളയൻ സത്യഭാമാം യാതോ ഭൂയഃ സഹ ഖലു തയാ യാജ്ഞസേനീ വിവാഹം പാർത്ഥപ്രീത്यै പുനരപി മനാഗാസ്ഥിതോ ഹസ്തിപുര്യാം ശക്രപ്രസ്ഥം പുരമപി വിഭോ സംവിധായാഗതോ ഭൂ. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. ഭദ്രാം ഭദ്രാം ഭവതവരജാം കൗരവേണാർത്ഥ്യമാനാം ത്വദ്വാചാ താമഹൃതകുഹനാമസ്കരീ ശക്രസൂനുഃ തത്ര ക്രുദ്ധം ബലമനുനയൻ പ്രത്യഗാസ്തേന സാർദ്ധം ശക്രപ്രസ്ഥം പ്രിയസഖമുദേ സത്യഭാമാ സഹായ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ഭദ്രാം ഭദ്രാം ഭവത് അവരജാം കൗരവേണാർത്ഥ്യമാനാം ത്വത് വാച താം അഹൃത കുഹനാമസ്കരീ ശക്രസൂനുഃ തത്ര ക്രുദ്ധം ബലം അനുനയൻ പ്രത്യഗാ സ്തേന സാർദ്ധം ശക്രപ്രസ്ഥം പ്രിയസഖമുദേ സത്യഭാമാ സഹായ. അർത്ഥം: ഭവതവരജാം അങ്ങയുടെ അനുജയും കൗരവേണ ദുര്യോധനനാൽ അർത്ഥ്യമാനാം വിവാഹം കഴിക്കാൻ അഭ്യർത്ഥിക്കപ്പെട്ടവളും ഭദ്രാം മംഗലസ്വഭാവമുള്ളവളുമായ താം ആ ഭദ്രാം സുഭദ്രയെ ത്വദ്വാച അങ്ങയുടെ വാക്കുകേട്ട കുഹനാമസ്കരീ കപടസന്യാസിയായ ശക്രസൂനു അർജുനൻ അഹൃത അപഹരിച്ചു തത്ര പ്രസ്തുത കാര്യത്തിൽ ക്രുദ്ധം കോപിച്ച് ബലം ബലരാമനെ അനുനയൻ ശാന്തനാക്കി തേന ആ ബലരാമനോടുകൂടി സത്യഭാമാ സഹായ സത്യഭാമയുമൊത്ത് പ്രിയസഖമുദേ പ്രിയപ്പെട്ട സുഹൃത്തായ അർജുനൻ്റെ സന്തോഷത്തിനായി ശക്രപ്രസ്ഥം ഇന്ദ്രപ്രസ്ഥത്തെ പ്രത്യഗ ഗമിച്ചു. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്നൊന്ന് നോക്കാം. ഭദ്രാം ഭദ്രാം ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ഭവത് അവരജാം ചേർത്ത് ചൊല്ലുമ്പോൾ ഭവതവരജാം ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. 3 സ്ഥലത്ത് ഭ എന്നുണ്ട്, 3ഉം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ഭദ്രാം ഭദ്രാം ഭവത്. കൗരവേണാർത്ഥ്യമാനാം കൗരവേണ അർത്ഥ്യമാനാം അത് ചേർത്തിട്ടാണ് കൗരവേണാർത്ഥ്യമാനാം. ഥ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ത്വദ്വാച നമ്മൾക്കത് പിരിച്ചിട്ടും പറയാം. ത്വത് വാച ത്വദ്വാച. താം അഹൃത ചേർത്തിട്ട് താമഹൃത. കുഹനാമസ്കരീ ചേർത്തിട്ട് കുഹനാമസ്കരീ. ശക്രസൂനു അവിടെ വിസർഗം. തത്ര ക്രുദ്ധം ഥം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ബലം അനുനയൻ പ്രത്യഗാസ്തേന സാർദ്ധം ചേർത്ത് ചൊല്ലുമ്പം ബലമനുനയൻ പ്രത്യഗാസ്തേന സാർദ്ധം ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ശക്രപ്രസ്ഥം സ്ഥം എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. പ്രിയ സഖമുദേ ഖ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. സത്യഭാമാ സഹായ ലാസ്റ്റിൽ വിസർഗത്തോടു കൂടെ നിർത്തണം. സത്യഭാമ എന്നുള്ളതിന് ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ഭദ്രാം ഭദ്രാം ഭവതവരജാം കൗരവേണാർത്ഥ്യമാനാം ത്വദ്വാചാ താമഹൃതകുഹനാമസ്കരീ ശക്രസൂനുഃ
തത്ര ക്രുദ്ധം ബലമനുനയൻ പ്രത്യഗാസ്തേന സാർദ്ധം ചക്രപ്രസ്ഥം പ്രിയസഖമുദേ സത്യഭാമാ സഹായ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.